Hey guys, welcome back to NKL edits. So hey guys, welcome back. അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു സ്മൂത്ത് ട്രാൻസിഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്യാപ്കട്ടിലാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്മൂത്ത് ട്രാൻസിഷനാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്യാപ്കട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക, ദെൻ നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നോർമലി ഓഡിയോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക, ബീറ്റ് മാർക്കിനനുസരിച്ച് ക്ലിപ്പൊക്കെ ആഡ് ചെയ്ത ശേഷം ഞാനിത് ചെയ്യാൻ പോകുന്ന മെത്തേഡ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ക്യാപ്കട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു VPN കണക്ട് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ എഫക്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അവൈലബിൾ അല്ല ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു എഫക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു VPN കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളെ നെറ്റ് ഓൺ ആയിരിക്കണം. നെറ്റ് ഓൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എഫക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. നെറ്റ് സ്ലോ ആണെങ്കിൽ ഇത് ലോഡ് ചെയ്യാനുള്ള സമയം അതൊക്കെ കുറച്ച് ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നെറ്റ് കണക്ഷൻ സ്ലോ ആണെങ്കിൽ, അതായത് ഏതെങ്കിലും VPN കയറ്റിയിട്ട് നല്ല ലാഗും ചില നല്ല ലാഗ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് ചില ടൈമിൽ മാത്രം. അത് ആ ഒരു VPNൻ്റെ പ്രശ്നം കൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. കാരണം എനിക്കിപ്പോൾ എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ട്രാൻസിഷൻ ചെയ്യുമ്പോൾ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ വീഡിയോയിലേക്ക് പോകാം, നമുക്ക് എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട്, അതായത് നമ്മുടെ ഫസ്റ്റത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, ആനിമേഷനിലേക്ക് പോകാം. നമ്മൾ ഫസ്റ്റ് ആനിമേഷനാണ് കൊടുക്കേണ്ടത്. ആനിമേഷനിലേക്ക് വന്ന് നമ്മൾ ഇന്ന ആനിമേഷൻ, ഔട്ട് ആനിമേഷൻ, നമ്മൾ ഇന്നലത്തെ വീഡിയോ പോലെ രണ്ടും സെപ്പറേറ്റ് കൊടുക്കണം. ഇന്ന ആനിമേഷൻ വന്ന് നമ്മൾ ഇന്നലെ കൊടുത്ത സെയിം സാധനം സൈഡ് സ്ലൈഡ് എന്നുള്ള ആ ഒരു ആനിമേഷനാണ് ഇന്ന ആനിമേഷനായിട്ട് കൊടുക്കേണ്ടത്. ഒരു സൈഡിൽ നിന്ന് സ്ലൈഡായി വരുന്ന പോലെ, അതായത് അതിൻ്റെ ഒരു മീനിങ് തന്നെ അതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട് ആനിമേഷൻ കൊടുക്കണം. സെയിം ഫാൾ ഔട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്, സെയിം അല്ല, ഫാൾ ഔട്ടാണ് കൊടുക്കേണ്ടത്. നമുക്ക് ആ ഒരു മീനിങ് അതിൽ തന്നെ മനസ്സിലാവും. ഒരു ഫാളിങ് എഫക്റ്റാണ് നമ്മളത്, മീൻസ് ഒരു ഫാളിങ് ആനിമേഷൻ. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അടുത്തൊരു ക്ലിപ്പിലേക്ക് ഇവിടെ നിന്ന് തന്നെ പോവുക. സെയിം മെത്തേഡ് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇൻ ആനിമേഷൻ സൈഡ് സ്ലൈഡ്, ഔട്ടിൽ വന്നിട്ട് നമ്മൾ ഫാൾ ഔട്ട്. ഇതാണ് നമ്മൾ എല്ലാ ക്ലിപ്പിലും കൊടുക്കേണ്ടത്. നിങ്ങൾ എത്ര ക്ലിപ്പാണോ കൊടുക്കുന്നത്, മീൻസ് എല്ലാ ക്ലിപ്പിലും ഈ ഒരു ട്രാൻസിഷനാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു മെത്തേഡിൽ തന്നെ ഫോളോ ചെയ്ത് പോവുക. ഫസ്റ്റ് അതേപോലെ സൈഡ് സ്ലൈഡ്, അതേപോലെ ഫാൾ ഔട്ട്, ഇതേപോലെ ഫോളോ ചെയ്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു ലാഗ് എനിക്ക് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞാൽ, അത് ഇവിടെയാണ് നമ്മൾ പ്ലേ ചെയ്യുമ്പം ചെറിയൊരു ലാഗ് കണക്ക് എനിക്കൊരു കണ്ടില്ലേ, അവിടെ ആ ഒരു ഫാൾ ഔട്ട് ചെയ്യുന്ന സ്ഥലത്ത് ചെറിയൊരു ലാഗ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മേ ബി എൻ്റെ നെറ്റിൻ്റെ ആയിരിക്കാം, മീൻസ് എക്സ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുക, എഫക്ട്സിലേക്ക് വരിക, വീഡിയോ എഫക്ട്സിലേക്ക് വരിക. ഇവിടെ നമുക്കൊരു എഫക്ട്സ് ആഡ് ചെയ്യണം. കുറച്ച് വൈഡ് ആംഗിളിൽ പോകുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു എഫക്റ്റ് ആഡ് ചെയ്യണം. അത് പറഞ്ഞാൽ ഈ ഒരു പുൾ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എഫക്റ്റാണ് ആഡ് ചെയ്യേണ്ടത്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ നമുക്ക് തിരിയും ഇത് ആഡ് ചെയ്യാനില്ലെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ സേവ് ചെയ്ത് വെച്ചാണ്. നമ്മൾക്ക് ഇവിടെ മുകളിൽ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്തായിരിക്കും, ഡിസ്ട്രോഷൻ എന്നുള്ള ഭാഗത്തായിരിക്കും നമുക്ക് ഈ ഒരു പുൾ വൈബ്രേഷൻ എന്നുള്ളത് ഉണ്ടാവുക. ഇതിപ്പോൾ നോർമലി ട്രെൻഡിങ്ങിൽ ഇല്ലോണ്ട് തന്നെ നമുക്കിവിടെ ട്രെൻഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ട്രെൻഡിങ്ങിൽ ഈ ഒരു എഫക്റ്റ് ഇപ്പോൾ ട്രെൻഡിങ്ങിലായതുകൊണ്ട് തന്നെ നമുക്കിവിടെ ട്രെൻഡിങ്ങിൽ ആ ഒരു എഫക്റ്റ് കാണാൻ സാധിക്കും. കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നമുക്കവിടെ കാണാൻ സാധിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അത് ഇതേപോലെ ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതേപോലെ ഒന്നാമത്തെ ക്ലിപ്പിന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാഗ് ഫോണിൻ്റെയാണ്, സ്റ്റോറേജ് ഫുള്ളായ സംഭവമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ലാഗ് ഫീൽ ചെയ്യുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, പുൾ വൈബ്രേഷൻ ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യുക, അഡ്ജസ്റ്റിലേക്ക് വരിക. അഡ്ജസ്റ്റിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കവിടെ കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്, അത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടും ഉണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ ട്വിസ്റ്റ് വന്നൊരു 45 to 50 ആ ഒരു റേഞ്ചിൽ കറക്റ്റായി സെറ്റ് ചെയ്യുക. കൂടാനോ കുറയാനോ പാടില്ല, മീൻസ് ആ ഒരു റേഞ്ചിൽ തന്നെ സെറ്റ് ചെയ്യുക. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റേഞ്ച് വന്ന് നമ്മൾ കുറച്ച് നല്ലോണം കുറച്ച് കൊടുക്കുക, ഒരു 15-ലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു വാല്യൂ സെറ്റ് ചെയ്തിട്ട് ആ ഒരു നിങ്ങൾ ഔട്ട്പുട്ട് നോക്കുക. അതിന് ശേഷം നിങ്ങളുടേതായ കസ്റ്റമൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി വന്നൊരു 8 അല്ലെങ്കിൽ 9, 10. ഓക്കെ, ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് സ്പീഡ് വന്നൊരു 5-ലേക്കൊക്കെ സെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ബ്ലർ വന്ന് 0-ൽ തന്നെ സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ക്ലിപ്പിലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ക്ലിപ്പിലേക്കും ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്യുക. ഈ ഒരു സെയിം മെത്തേഡ് നിങ്ങൾ എത്ര ക്ലിപ്പാണോ എടുത്തിട്ടുള്ളത് അത്രയും ക്ലിപ്പിൽ ഈ ഒരു സെയിം മെത്തേഡ് ഫോളോ ചെയ്യുക. ദെൻ നമ്മളിത് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ ആ ഒരു ഔട്ട്പുട്ടായിരിക്കും കിട്ടുക. കണ്ടില്ലേ, ഈ ഒരു രീതിക്കുള്ള ഒരു ആനിമേഷൻ ആയിരിക്കും കിട്ടുക. ഇതിപ്പോൾ ലാഗ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നമ്മൾ പ്രിവ്യൂവിൽ എന്താണോ കണ്ടത് അതായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1.2 seconds ആണ് ഒരു ക്ലിപ്പ് വന്ന്. അത് വന്ന് നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് കുറവായിരിക്കും അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീഡിയോയിൽ കാണും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
അതുപോലെ ഇനി ഇതേപോലുള്ള യൂസ്ഫുൾ എഡിറ്റിംഗ് വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.